അമേരിക്കൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി കുവൈറ്റിലേക്കും മിസൈൽ ഡ്രോൺ വർഷവുമായി ഇറാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നു. അമേരിക്കയിലെ ആക്രമണങ്ങൾക്ക് മറുപടിയാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. തിരിച്ചടി ഉണ്ടാകുമെന്ന് നേരത്തെ വ്യക്തമാക്കുന്നു. യുഎസിന്റെ എയർബേസിലേക്ക് ആക്രമണം നടത്തിയായി IRGC ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. അതായത് ഗൾഫ് മേഖലകളിലേക്ക് വീണ്ടും ഇറാന്റെ ആക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാകണം. കഴിഞ്ഞ 2 ദിവസമായി തുടർച്ചയായി അമേരിക്ക ബന്ദർ ബസ്ർ മേഖലയിലേക്കടക്കം ഇറാന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലടക്കം ആക്രമണം നടത്തിയിരുന്നു. തങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഈ ആക്രമണമെന്നാണ് അവർ വ്യക്തമാക്കിയത്. രാജ്യത്തിന് നേരെ ആക്രമണം പ്രതിരോധിച്ചായാണ് ഇപ്പോൾ കുവൈറ്റ് സൈന്യം അറിയിച്ചിരിക്കുന്നത്. കുവൈറ്റിൽ പലയിടത്തും ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് നാട്ടിലേക്ക് പുറപ്പെടാനിരുന്ന പ്രവാസികളും ഇപ്പോൾ ആശങ്കയിലാണ് എന്ന വാർത്തകൾ കൂടി പുറത്തു വരികയാണ്. അജയ് സുധാ ബിജു ചേരുകയാണ്. അജയ്, ഇറാൻ തിരിച്ചടിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഞങ്ങളുടെ തിരിച്ചടി ചെറുതായിരിക്കില്ല എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ അത്തരത്തിലെത്തിയിരിക്കുകയാണോ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള മുജിതബ ഖമനയുടെ പ്രസ്താവന പുറത്തു വന്നിരുന്നു. അതിൽ മുജിതബ വ്യക്തമാക്കിയത് അമേരിക്കയ്ക്ക് ഇനി ഒരിക്കലും ഗൾഫ് മേഖലയിൽ ഒരു സുരക്ഷിത സ്ഥാനം കണ്ടെത്താനാകില്ല, ഈ മേഖലയിലേക്ക് ഒട്ടാകെ സംഘർഷം നീളും എന്നെല്ലാം അദ്ദേഹം ഭീഷണിയായി അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിന് തെളിവായിട്ട് കുവൈറ്റിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഇറാന്റെ തെക്കൻ മേഖലയിലുള്ള നഗരമായിട്ടുള്ള ബന്ദർ അബ്ബാസിലേക്ക് നടന്ന അമേരിക്കൻ ആക്രമണങ്ങൾക്ക് മറുപടിയാണ് ഈ ആക്രമണമെന്നാണ് ഇറാന്റെ സായുധ സേനയായിട്ടുള്ള IRGC അറിയിച്ചിട്ടുള്ളത്. അമേരിക്കൻ ആക്രമണങ്ങൾ അവരുടെ ഒരു എയർബേസ് കേന്ദ്രീകരിച്ചാണ് നടന്നത്. ഈ പ്രഭവ കേന്ദ്രമായിട്ടുള്ള എയർബേസിലേക്കാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നാണ് IRGC പുറത്തുവിട്ടിരിക്കുന്ന പ്രസ്താവനയിൽ പറയുന്നത്. എന്നാൽ കുവൈറ്റിലേക്കാണ് ആക്രമണം നടത്തിയതെന്ന് അവർ ഈ പ്രസ്താവനയിൽ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ കുവൈറ്റിൽ ഈ പ്രസ്താവന വരുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ കുവൈറ്റിലേക്ക് നിരവധി ആക്രമണങ്ങൾ ഉണ്ടായതായിട്ട് അവരുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു. എന്നാൽ എവിടെ നിന്നാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടായതെന്ന് കുവൈറ്റിന്റെ പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലും അറിയിച്ചിരുന്നില്ല. ഇതിൽ അവർക്കൊരു വ്യക്തത കുറവുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരം വ്യക്തത കുറവുകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ ആക്രമണം നടത്തിയത് ഇറാനാണെന്ന് അവർ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. അതായത് ദിവസങ്ങൾക്ക് ശേഷം ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ ആദ്യമായി ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ്. അത് ഇറാൻ തന്നെ നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിന് മുൻപേ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ പല രാജ്യങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവയൊന്നും തന്നെ ഇറാനുള്ളിൽ നിന്നുള്ള ആക്രമണങ്ങളായിരുന്നില്ല. ഇറാനെ പിന്തുണയ്ക്കുന്ന ചില സായുധ സേനാംഗങ്ങൾ, പ്രത്യേകിച്ച് ഇറാഖൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില ഒറ്റപ്പെട്ട സായുധ സേനാ വിഭാഗങ്ങൾ മാത്രമാണ് ഗൾഫ് മേഖലയിലേക്ക് ചില ഡ്രോൺ ആക്രമണങ്ങളും മറ്റും നടത്തിയിരുന്നത്. എന്നാൽ ഇതെല്ലാം വെറും ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ കുവൈറ്റിലെ അമേരിക്കൻ എയർബേസ് കേന്ദ്രീകരിച്ച് ഇറാൻ ശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ്. അതും കുവൈറ്റിന്റെ പ്രതിരോധ മന്ത്രാലയം പറയുന്നത് മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും ഉണ്ടായിട്ടുണ്ടെന്നാണ്. അതായത് ഗൾഫ് മേഖലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഫെബ്രുവരി 28 തുടങ്ങിയ ആ കടുത്ത ആക്രമണങ്ങൾക്ക് ശേഷം ഇപ്പോൾ സ്ഥിരീകരിക്കാനാകുന്ന മറ്റൊരു ആക്രമണം കൂടി ഉണ്ടായിരിക്കുകയാണ്. കുവൈറ്റിൽ പലയിടത്തും ഇപ്പോൾ നിരവധി സൈറനുകൾ ഉൾപ്പെടെ മുഴക്കിയിട്ടുണ്ട്. എന്നാൽ നിലവിൽ എന്തെങ്കിലും ഫ്ലൈറ്റ് സർവീസുകൾ നിർത്തിയതായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അവിടെ കൊണ്ടുവന്നതായിട്ടോ വിവരമില്ല. തീർച്ചയായും അതാണ് മലയാളികളടക്കം ഈ പെരുന്നാളിന് ശേഷം പെരുന്നാൾ ദിനവുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്കൊക്കെ വരാനിരിക്കുന്നവരാണ്. അവരൊക്കെ വലിയ ആശങ്കയിലാണ്. അതായത് ഇനിയും ആക്രമിച്ചാൽ തങ്ങൾ തിരിച്ചടിക്കുമെന്നുള്ള ഇറാൻ അവരുടെ അത് കൃത്യമായി പാലിച്ചിരിക്കുന്നു. ഗൾഫിന് പിറകിൽ അമേരിക്കയ്ക്ക് ഒളിച്ചിരിക്കാനാവില്ല എന്നാണ് കഴിഞ്ഞ ദിവസം മുജ്തബ ഖമനയി മുന്നറിയിപ്പ് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.